മുമ്പ് അവളെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ തലയും മുട്ടയടിക്കും ഒരു സൈഡിൽ മീശകൾ. ഒരു കാസിനോവ. ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൾ പറയുന്ന കേസല്ല. അല്ലെങ്കിലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ജാട കുറെ കൂടുതല. അതിന്റെ കൂടെ സുന്ദരിയാണെന്ന് ആരെങ്കിലും കൂടെ പറഞ്ഞാൽ ഞാൻ അതല്ല ആലോചിക്കുന്നത്. മറ്റന്നാൾ രാവിലെ ഇവനെ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. ഞാനാ ബോബി. കുറെ നാളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നാളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. കാലത്ത് നീ കോളേജിൽ വരുമ്പോ ഞാൻ നിന്റെ അടുത്ത് വരും. അപ്പൊ നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വട്ടുവരും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ പിടിച്ച് കിസ് ചെയ്യും. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. സത്യമായിട്ടും കിസ് ചെയ്യേ. ബെറ്റ് വെച്ചാ ബെറ്റായിരിക്കണം. എല്ലാരും കാശ് കൊടുത്തോണ്ട് എന്റെ പറയാ. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. വാ. ഒരക്ഷരവും ബോബി മിണ്ടിയില്ല. ഒരു പ്രകോപനം കൂടാതെയാണ് നീന ബോബിയെ തല്ലിയത്. സാറ് കണ്ടതല്ലേ? അതെ, അയാൾ വെറുതെ അടുത്തൂടെ കടന്നു പോയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി അയാളെ തല്ലിയത്. ഞാൻ കണ്ടു. ഇത്രയും വിറ്റ്നസുകളുള്ള സ്ഥിതിക്ക് തന്റെ ഒരു വാദത്തിനും ന്യായമില്ല. ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. പബ്ലിക്കായി അയാളോട് താൻ മാപ്പ് പറയണം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യും. നീനയല്ല, ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത്. മറ്റാരും കേട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ നീനയോട് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് അവൾ എന്നെ തല്ലിയത്. ഇങ്ങനൊരു രംഗം ഉണ്ടാക്കിയതിന് കോളേജ് അധികൃതരോടും നീനയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആദ്യം മുടി വെട്ടും, എന്നിട്ട് മീശ. അല്ല, ആദ്യം നമുക്ക് ഒരു സൈഡിൽ മീശ എടുക്കാം. പിന്നെ കൊള്ളാങ്കി ബാക്കി എടുക്കാം. അതായിരുന്നു തുടക്കം. പിന്നെ ഒരു യൂഷ്വൽ കോളേജ് ലവ് അഫെയർ, അത്രയേ ഉള്ളൂ. ഇപ്പൊ എവിടുന്ന് ഒരു കൊച്ചിനെ കെട്ടിയെടുത്തോണ്ടുള്ള ഈ വരവ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് എങ്ങനെ പിരിഞ്ഞത്? ഡേസി വരണമെന്നില്ല, ഞാൻ തനിച്ചു പോവാം. ഞാൻ കൂടെ വരാം. താൻ എന്നെ ഒരു നല്ല സുഹൃത്തായി കരുതിയിരിക്കുന്നുണ്ടല്ലേ? എല്ലാം എന്നോട് പറഞ്ഞത്. മാത്യുങ്ങളുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇവിടെയാണോ താക്കോലിരിക്കുന്നത്? ഞാൻ വെച്ചേരാം. ഇവൻ പറയുന്നു വിശ്വസിക്കുവോ, അവള് പറയുന്നു വിശ്വസിക്കുവോ? ഡേസിക്കറിയോ, എല്ലാ തെളിവുകളുമായിട്ട് ആ പെണ്ണ് വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടോ? ഇവൻ അവക്കെ എഴുത്താ. നീനെ നമ്മുടെ പ്രണയവല്ലരി പൂക്കുന്ന ആദ്യത്തെ പൂമൊട്ടിന് എന്ത് വിളിക്കണം? എന്തോന്നാണ് ഈ വല്ലരി? ഈ ചമ്പാവരി പോലെ വല്ലതാണോ? അയ്യടാ, ഞാൻ ആ കുഞ്ഞിനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്, മാല. അത് തന്നെ ആ കൊച്ചിന്റെ പേര്. ഇതുപോലെ 1000 എഴുത്തുകൾ ഇവൻ അവർക്ക് എഴുതിയിട്ടുണ്ട്. അതും കൊണ്ട് അവള് പുറത്തോട്ടിറങ്ങി അവിടെ എന്താ നടക്കാൻ പോകുന്ന അറിയാവോ? ചാക്കോച്ചനറിഞ്ഞാലോ? അയാളുടെ മോളുമായിട്ട് അടുത്ത ആഴ്ച മനസ്സമ്മതം ഉറപ്പിച്ചിരിക്കുക. ആ പെണ്ണറിഞ്ഞ അപ്പ ആത്മഹത്യ ചെയ്യും. അയാൾ ഈ കുടുംബം കുളം തോണ്ടും. ഇവന്റെ കമ്പനി ഉൾപ്പെടെ അയാളുടെ കക്ഷത്തിലായിരിക്കുന്നത്. ജപ്തി നോട്ടീസ് ഓരോന്നും വരാൻ തുടങ്ങും. ബാക്കിയുള്ള മനക്കാട് വേറെ. എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിഷം മേടിച്ച് നിന്ന് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. അവന്റെ ഇരിപ്പ് കേട്ടില്ലേ?
അങ്കിൾ അപ്സെറ്റ് ആവണ്ട, നമുക്ക് സാവധാനം ആലോചിക്കാം. ഡാഡി, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. തൽക്കാലം നിവൃത്തിയില്ല. എന്താ കാര്യം? എന്താ കാര്യമെന്നോ അറിയണോ നിനക്ക്? ആദ്യം നീ പറഞ്ഞവൾ അറിയില്ലെന്ന്, പിന്നെ പറഞ്ഞ് പരിചയം മാത്രമേ ഉള്ളത്, പിന്നെ പ്രേമം, പിന്നെ എഴുത്ത്, പിന്നെ ഒരു കൊച്ചും. എങ്ങനെ വിശ്വസിക്കണം? എന്നാ വിശ്വസിക്കണ്ട. ഞാൻ അവളെ ഇവിടെ ഇറക്കി വിടും. അവളുടെ കള്ളക്കാതെ തൊലി വിളിച്ചു കാണിക്കും. അപ്പൊ വിശ്വസിക്കല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ. ജയിച്ചോടെ നിന്നേ. നീ ഈ കാര്യം പുറത്തു പറയരുത്. നിന്റെ അപ്പനും ഞാനും തമ്മില് ജ്യേഷ്ഠാനുജന്മാരെ പോലായിരുന്നു. കുഞ്ഞിലെ പോലെ നീ ഈ മുറ്റത്ത് കളിച്ചു വളർന്നോളാ. ഈ കുടുംബത്തിന്റെ മാനം നിന്റെയും കൂടാ. പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് ഉണ്ണുണ്ണിയോട് മിണ്ടരുത്. അവന്റെ നാക്കിന് വെല്ലും ബ്രേക്കൊന്നും ഇല്ലെന്നറിയാമല്ലോ.